മൈസൂർ വന്നിട്ട് മൈസൂർ പാലസ് കണ്ടില്ലെങ്കിൽ അതൊരു മോശം തന്നെയല്ലേ. എന്തായാലും ഇങ്ങനത്തെ സ്ഥിതിക്കും അതും കൂടി കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ടുകളൊന്നും നിങ്ങൾ മൈൻഡ് ആക്കണ്ട കേട്ടോ. ഗ്രാജുവേഷൻ കഴിഞ്ഞതോടെ എന്റെ പകുതിക്കാറ്റ് പോയായിരുന്നു. എന്റെ മാത്രമല്ല എല്ലാവരുടെയും. ഒന്നാമത് ഈ തിളങ്ങുന്ന ഡ്രസ്സ് തൊട്ട് ഈ ചൂടത്ത് നടക്കാൻ എന്നെ കൊണ്ട് മാത്രമേ പറ്റൂ. എങ്ങനെ ഞാൻ വെളുപ്പിച്ച മുഖ ഇപ്പൊ നോക്ക് കാർത്തിരുണ്ട് കിടക്കണത്. ബൈ ദ ബൈ, ഇന്ന് നമ്മൾ വന്ന സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്ര ഫേമസ് അല്ലെങ്കിലും അത്യാവശ്യം ഫേമസ് തന്നെയാണ് ഈ സ്ഥലം. പുറമേ കാണാൻ മാത്രല്ല അകത്തും അടിപൊളി കേട്ടോ. പിന്നെ ഞാനിത് ഇടക്കിടക്ക് കാണുന്നത് കൊണ്ട് എനിക്കൊരു വിലയില്ലാന്നേ. ഈ പാലസ് കാണാൻ ടിക്കറ്റ് വേണ്ട, പക്ഷെ ഈ പാലസിന്റെ ഉള്ളിൽ കാണാൻ ടിക്കറ്റ് വേണം. ഭാഗ്യത്തിന് ടിക്കറ്റ് കൗണ്ടറിൽ ആരും ഉണ്ടായിരുന്നില്ല, പക്ഷെ ചെരുപ്പ് വെക്കുമ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരു ഉച്ച വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ ആളും മനുഷ്യനുണ്ടാവില്ല എന്നാ വിചാരിച്ചത്, പക്ഷെ ഒരുപാട് ആളുണ്ടായിരുന്നു. ഈ കോട്ടയുടെ ഒരു 25% മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ബാക്കി 75% അവര് പൂട്ടി വെച്ചേക്കും. സത്യം പറഞ്ഞാൽ ഈ കോട്ടന്റെ ഉള്ളിൽ കയറുമ്പോൾ എനിക്കുള്ള ഡൗട്ടാ, ഈ ടിപ്പു സുൽത്താൻ എങ്ങനെയാ ഒരു റൂമിൽ നിന്ന് ഒരു റൂമിലേക്ക് പോയിക്കൊണ്ടിരുന്നത്? എന്തോരം വലിപ്പറിയോ? അത് നടന്ന് തീരുമ്പോ തന്നെ ഞാനൊരു വകയായിട്ടുണ്ട്. പുറത്ത് ഭയങ്കര ചൂടാണെങ്കിൽ ഈ പാലസിന്റെ ഉള്ളിൽ ഭയങ്കര തണുപ്പാട്ടോ, AC ഇട്ട പോലെ. എന്തായാലും ലാസ്റ്റ് ആയിട്ട് കാണുന്നല്ലേ, ഇനി മൊത്തത്തിൽ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ച്. സത്യം പറഞ്ഞാൽ ഈ പാലസ് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് മൈസൂരിൽ ആദ്യം കിട്ടിയ ഔട്ടിങ്. ഫസ്റ്റ് ഒക്കെ പോവാന്ന ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു പാലസ്. പിന്നെ അത് മാറാൻ തുടങ്ങി. എന്തായാലും വൺ ഓഫ് ദ ഹിസ്റ്റോറിക്കൽ സ്പോട്ടാട്ടോ മൈസൂർ പാലസ്. അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം ഞാൻ വേറെ മൈസൂർ കണ്ടിട്ടില്ല. അയ്യോ, ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആട്ടോ. ഇനിയിപ്പോ ഇതെടുത്താലും കളിക്കണ്ട. എന്തായാലും എന്നെക്കാട്ടി കൂടുതൽ എന്റെ ഫാമിലി എൻജോയ് ചെയ്തിട്ടുണ്ട്, അത് മതി. സത്യം പറഞ്ഞാൽ ഇപ്പൊക്കെ എന്റെ മനസ്സിൽ ഒറ്റ ലക്ഷ്യം ഉണ്ടായിട്ടുള്ളൂ, ആ ചുരിദാർ ഒന്ന് കഴിച്ചോണം. എന്നാ ശരി കേട്ടോ, ചൂസ്.